എമ്പുരാൻ സിനിമയെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കകത്ത് ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും അവ്യക്തതയുമില്ല. കഴിഞ്ഞ 2 ദിവസമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് എമ്പുരാൻ പ്രശ്നം BJPയിൽ എന്തോ കാര്യമായിട്ടുള്ള ആശയക്കുഴപ്പമുണ്ടെന്ന്. ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഇല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നാട്ടിലെ സിനിമകളെല്ലാം കണ്ട് അതിനെ വിലയിരുത്തുന്ന സമീപനം ഇല്ല നമ്മളെ കേരളത്തിൽ. ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ചെയ്യാറില്ല. ഭാരതീയ ജനതാ പാർട്ടിയും ഈ സിനിമയെ അങ്ങനെ വിലയിരുത്താൻ പാർട്ടി തയ്യാറായിട്ടില്ല. അത് സംബന്ധിച്ചുള്ള അഭിപ്രായം പാർട്ടിയുടെ 2 ജനറൽ സെക്രട്ടറിമാർ ശ്രീ MT രമേശും അതുപോലെ ശ്രീ P സുധീറും അതുപോലെ ഇന്നലെ ദില്ലിയിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. സിനിമയെ വിലയിരുത്തുന്നത് പ്രേക്ഷകരാണ്. സിനിമയുടെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് പ്രേക്ഷകർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ആ നെറേറ്റീവിനെ സംബന്ധിച്ച്, സിനിമയെ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന നെറേറ്റീവിനെ സംബന്ധിച്ച് വ്യാപകമായ തോതിൽ പ്രേക്ഷകർ അവരുടെ എതിരഭിപ്രായം പറയുന്നു. ഇതിന് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള സംഘടനയുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. അല്ല, ആ സിനിമയെ സംബന്ധിച്ച് ധാരാളം പ്രേക്ഷകർ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ഒരു ആഖ്യാനം ഒരു ചലച്ചിത്രത്തിന് മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ആ നെറേറ്റീവിനെതിരായി സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രേക്ഷകർക്കുണ്ട്. കാരണം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ സിനിമയ്ക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ സിനിമയുടെ ആഖ്യാനത്തിനെതിരായിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നു. അല്ല, ആ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായിട്ട് നമ്മുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ വീണ്ടും ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. BJPയിൽ ഒറ്റ ശബ്ദമേ ഉള്ളൂ. പാർട്ടിയിലെ എല്ലാ നേതാക്കളും ഒരുപോലെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള അവ്യക്തതയും ഉണ്ടാക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല. ഇത് വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡാണ്. ഞങ്ങൾ CPMനെ പോലെയോ കോൺഗ്രസിനെ പോലെയോ അല്ല. ഇവിടെ കാശ്മീർ ഫയൽസ് വന്നപ്പോൾ പിണറായി വിജയൻ തന്നെ ഭയങ്കരമായിട്ടുള്ള ബഹളത്തിനിറങ്ങി. പക്ഷേ ഞങ്ങൾ ഒരു കാലത്തും ഒരു സിനിമയുടെ പേരിലും ഈ രീതിയിലുള്ള ബഹളത്തിന് പോയിട്ടില്ല. ഇപ്പോഴത്തെ നിലപാടല്ല. നിങ്ങൾ ചിലപ്പോൾ ഇത് പുതിയ നിലപാടാണെന്ന് വിചാരിക്കരുത്. ഒരു 10-20 കൊല്ലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സിനിമയുടെ കാര്യത്തിലും പാർട്ടി ഒഫീഷ്യലായിട്ടുള്ള ഒരു നിലപാടും ഒരു ചലച്ചിത്ര ആവിഷ്കാരത്തെ സംബന്ധിച്ച് എടുത്തിട്ടില്ല, ഇപ്പോഴും എടുക്കുന്നില്ല. പ്രേക്ഷകരെടുക്കുന്നു. അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രേക്ഷകർ അതിൻ്റെ ആഖ്യാനത്തിൻ്റെ ആ നെറേറ്റീവിനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നു. ഇല്ല, ഞാൻ കണ്ടില്ല. കാണാൻ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉടനെ കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. അല്ലല്ല, അതിപ്പോൾ കാണേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടവർ പറഞ്ഞാലും മതിയല്ലോ. ഞാൻ തന്നെ പോയി കാണണമെന്നില്ലല്ലോ. ഇല്ല. കോർ കമ്മിറ്റി വളരെ രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളുമാണ് ചർച്ച ചെയ്തത്. അത് സംബന്ധിച്ച് എന്താണ് ചർച്ച ചെയ്തതെന്നുള്ളത് അതിനുശേഷം പാർട്ടി ജനറൽ സെക്രട്ടറി സുധീർ വിശദമായിട്ട് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തൊന്നും കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടില്ല. ഈ കൊടകര നിങ്ങൾ ഇനി നിർത്തി അവസാനിപ്പിച്ചിട്ടില്ലേ? കൊടകര കേസിൽ സംസ്ഥാന പോലീസ് എടുത്ത കേസിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി അവർ പറഞ്ഞിട്ടേ ഇല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ EDയെ പറ്റി പറയുന്നത്? എനിക്കെതിരെ ബത്തേരിയിലും അതുപോലെ മഞ്ചേശ്വരത്തും ബത്തേരിയിലെ ആരോപണം ഞാൻ 2.5 ലക്ഷം രൂപയും ഒരു മൊബൈൽ ഫോണും കൊടുത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അല്ല, മഞ്ചേശ്വരത്തെ ആരോപണം. ബത്തേരിയിലെ ആരോപണം ഞാൻ 10 ലക്ഷം രൂപ കൊടുത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ്. പക്ഷേ കൊടകരയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ചാർജ് സ്റ്റേറ്റ് പോലീസിൻ്റെ പേരിൽ എടുത്തിട്ടില്ല. പിന്നെ ED എടുക്കണം നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവും? എന്താ ഇവിടെ ചർച്ച ചെയ്തത്? തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സുരേന്ദ്രൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലോ. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് കേരള പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടില്ല. അവിടെ ഒരു കവർച്ച മാത്രമാണ് കൊടുത്തത്. അല്ലല്ല, കള്ളപ്പണ ഇടപാട് നടന്നു എന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കേണ്ട പേര് കേസെടുക്കാമല്ലോ. ആദ്യം എടുക്കേണ്ടത് അതല്ലേ? 2.5 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു മൊബൈൽ ഫോണും കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച സുരേന്ദ്രൻ, 10 ലക്ഷം രൂപ കൊടുത്തിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച സുരേന്ദ്രൻ 42 കോടി കൊണ്ട് വന്നിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചില്ല എന്ന് എന്താ പറയുന്നത്? അപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ
വസ്തുതകൾ ശരിയായി പരിശോധിച്ചിട്ട് വേണം ഇത്തരം വാർത്തകൾ നൽകാനെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മറ്റൊരു വിഷയം, ഈ പൂരത്തിൽ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം പൂരത്തിന് കഴിഞ്ഞ് അധികം നാളില്ല, ഏകദേശം ഒരു മാസം മാത്രമേ കഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം ഇപ്പം അവിടുത്തെ ദിവസങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ വിഷയത്തിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളുടെ മധ്യസ്ഥയിൽ ചർച്ച നടത്തി. പക്ഷേ ഇപ്പോഴും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം തീർച്ചയായിട്ടും തൃശ്ശൂരിലെ MP ശ്രീ സുരേഷ് ഗോപി അവറുകളാണ് ആ കാര്യങ്ങൾ അവിടെ പൂരം സുഗമമായി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദേവസ്വങ്ങളുമായിട്ടും ഭക്തജന സമൂഹവുമായിട്ടും വിശ്വാസികളുമായിട്ടൊക്കെ നേരിട്ട് ബന്ധമുള്ള MP ആണ് ഇത്തവണ അവിടെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹമാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. തീർച്ചയായിട്ടും അത് നല്ല നിലയിൽ അത് അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ പാർട്ടിയിലെ വിശ്വാസം. അല്ലല്ല, അയ്യോ, അങ്ങനെയൊന്നും ഞാനതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയില്ലെന്ന്. അല്ല, ആളുകൾ പ്രേക്ഷകരെന്ത് വേണമെങ്കിലും അവർ അഭിപ്രായം പറയട്ടെ എന്ന്. അതിനെന്തിനാണ് നമ്മൾ തടയുന്നത്? പ്രേക്ഷകർക്ക് അവരുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമേ നമ്മൾ അനുവദിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് ചെയ്യും. അത് നമ്മൾ അനുവദിച്ചാൽ ഇല്ലെങ്കിൽ അവർ ചെയ്യും. പ്രേക്ഷകർ ഒരു സിനിമ കാണുമ്പോൾ ആ സിനിമയുടെ നെറേറ്റീവ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പ്രേക്ഷകർ അവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. അതിനെന്തിനാണ് നമ്മളതിൽ രാഷ്ട്രീയ പാർട്ടികൾ അതിൻ്റെ ഇടയിൽ കയറി ഇതിനെ പിന്നെ ഒരു തീരുമാനം എടുക്കണം എന്ന് പറയുന്നത്? അവരും പ്രേക്ഷകരായിരിക്കുമല്ലോ.